നിങ്ങൾ ഈ വീഡിയോയുടെ തമ്മില് കണ്ട കാര്യം സത്യമാണ്, പക്ഷെ അത് ഞാനല്ല കേട്ടോ. അതായത് ഞാനല്ല ഇൻവെസ്റ്റ്മെന്റ് നിർത്താനായിട്ട് പോകുന്നത്. എന്നെ ഈ അടുത്ത് ആസ്ക് പേയ്മെന്റ് സർവീസിലേക്ക് വിളിച്ച ഒരാൾ പറഞ്ഞ കാര്യമാണ്. ഇത്രയധികം ടാക്സും ചാർജുകളും ഒക്കെ കൊടുത്തുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റും ട്രേഡിംഗ് ഒന്നും നടത്തിയിട്ട് ഒരു കാര്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങൾക്ക് മിക്കവർക്കും അറിയുന്നുണ്ടാവും, 2024 ജൂലൈ 23 നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ച ബഡ്ജറ്റ് പ്രകാരം ഇൻവെസ്റ്റർമാർക്ക്, പ്രത്യേകിച്ചും സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻവെസ്റ്റർമാർക്കൊക്കെ വളരെ കനത്തടിയാണ് വന്നിട്ടുള്ളത്. സ്റ്റോക്കുകൾ വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ലാഭത്തിന് കൊടുക്കുന്ന ടാക്സുകൾ വളരെ വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതായത് നമ്മൾ ഒരു വർഷത്തിനുള്ളിൽ വാങ്ങി വിൽക്കുന്ന സ്റ്റോക്കുകൾക്ക് കിട്ടുന്ന ലാഭത്തിന്റെ 20% നമ്മൾ ടാക്സ് ആയിട്ട് കൊടുക്കണം. അതുപോലെ ഒരു വർഷത്തിന് മേളിലാണ് നമ്മൾ ഹോൾഡ് ചെയ്ത് വിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ 12.5% ടാക്സ് കൊടുക്കണം. ഇതൊക്കെ സാധാരണ മുൻപുണ്ടായിരുന്ന 15-10% എന്നുള്ള റേറ്റുകളെക്കാൾ ഉയർന്ന നിലയിലാണ്. അങ്ങനെയൊക്കെ കൂടുതൽ ടാക്സുകൾ കൊടുത്തുകൊണ്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വല്ല അർത്ഥം തോന്നുന്നതാണ് എന്നോട് അദ്ദേഹം ചോദിച്ചത്. ഞാൻ കുറച്ച് കാര്യങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുത്ത് ഇൻവെസ്റ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാൻ തന്നെ കൺവിൻസ് ചെയ്തിട്ടുണ്ട്. അതെന്താണെന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങളിവിടെ കാണുന്നത് ഇന്ത്യയിലെ പണമുള്ളവനും പണമില്ലാത്തവനും തമ്മിലുള്ള ഒരു ഇൻകത്തിലുള്ള വരുമാനത്തിലെ അന്തരമാണ്. നിങ്ങൾ നോക്കൂ, ഈ അടുത്ത കാലത്തൊക്കെ ആ അന്തരം വളരെ വലുതായിട്ട് വരികയാണ് അല്ലേ. പണമില്ലാത്തവന് പണം കുറഞ്ഞു വരുന്നു. ആ നീല ലൈനിൽ പണമുള്ളവൻ പണം കൂട്ടി മേളിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നു അല്ലേ. ഇത്തവണത്തെ ബഡ്ജറ്റും വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ അന്തരം ഇനിയും ഇതേ രീതിയിൽ ഇതിനേക്കാൾ രൂക്ഷമായിട്ട് വർദ്ധിക്കാനിടയുള്ള ചില തീരുമാനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് 10 എന്നുള്ളത് ലോങ് ടേമിന് 10 എന്നുള്ളത് 12.5 വർദ്ധിപ്പിക്കുകയും ഷോർട്ട് ടേമിന് 15 എന്നുള്ളത് 20 എന്നുള്ളതായിട്ട് വർദ്ധിപ്പിക്കുകയും കൂടാതെ ഇൻഡെക്സേഷൻ ബെനിഫിറ്റ് ഒഴിവാക്കുക എന്ന് പറഞ്ഞിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിർമ്മല സീതാരാമന്റെ ബഡ്ജറ്റിലുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു അസറ്റ് വാങ്ങി, അതായത് ഇപ്പൊ ഒരു വീട് സ്ഥലവും കൂടെ വാങ്ങി, അത് കുറെ നാൾ മുമ്പ് വാങ്ങിയതാണ്. അതിപ്പോൾ 50 ലക്ഷം രൂപയ്ക്ക് നമ്മൾ വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന 40 ലക്ഷം രൂപയ്ക്കും ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് കൊടുക്കണം എന്നാണ് പുതിയ നിയമം പറയുന്നത്. മുൻപത്തെ നിയമം അങ്ങനെയായിരുന്നില്ല. ഈ 10 ലക്ഷം രൂപ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് വില അനുസരിച്ച് വർദ്ധിച്ചു വരുന്ന ഒരു വില. ഇപ്പൊ ഞാൻ നോക്കിയ എക്സാമ്പിളില് ആ 10 ലക്ഷം രൂപ ഏകദേശം 37 ലക്ഷം രൂപയായിട്ടാണ് അന്ന് മേടിച്ച സമയത്ത് നിന്ന് ഇന്നത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ അനുസരിച്ച് നോക്കുമ്പോൾ വന്നിട്ടുണ്ടാവുക. ആ 37 ലക്ഷം രൂപ ഇപ്പോഴത്തെ വിലയുള്ള ആ സംഗതി 40 ലക്ഷത്തിന് വിൽക്കുമ്പോൾ നമുക്ക് ആകെ കിട്ടുന്ന ലാഭം എഫക്റ്റീവ്ലി 3 ലക്ഷമാണെന്നും ആ 3 ലക്ഷത്തിനാണ് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് അടയ്ക്കുന്നത് എന്നായിരുന്നു ഇൻഡെക്സേഷൻ ഉള്ള സമയത്തെ ടാക്സേഷൻ കാൽക്കുലേഷൻ. അത് ആ സമയത്ത് നമുക്ക് 3 ലക്ഷത്തിന്റെ 20% അടച്ചാൽ തന്നെയും നമുക്ക് വെറും 60,000 രൂപയെ ടാക്സ് ആവുമായിരുന്നുള്ളൂ. അതേസമയം ഇപ്പോൾ ഈ 10 ലക്ഷം രൂപ എന്ന വാങ്ങിയ വില 40 ലക്ഷം എന്ന വിറ്റ വിലയിൽ നിന്ന് കുറയ്ക്കുമ്പോൾ കിട്ടുന്ന 30 ലക്ഷത്തിന് ടാക്സ് അടയ്ക്കേണ്ട ഒരു ഗതികേടിലാണ്. ബജറ്റ് കാലത്ത് ആം ആദ്മി പാർട്ടിയുടെ MP ആയിട്ടുള്ള രാഘവ് ചന്ദ ഒരു ട്വീറ്റ് ചെയ്തിരുന്നു. ഇന്ത്യക്കാർ ഇംഗ്ലണ്ടിലുള്ളവരുടെ പോലെ വലിയ ടാക്സാണ് അടയ്ക്കുന്നത് എന്നുണ്ടെങ്കിലും അവർക്ക് കിട്ടുന്നത് ആഫ്രിക്കയിലെ ദരിദ്ര രാജ്യമായിട്ടുള്ള സോമാലിയയിലെ പോലുള്ള സർവീസുകളാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? ഞാൻ അതിനോട് യോജിക്കുന്ന ഒരാളാണ്. നമ്മളെപ്പോലുള്ള മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് ഇങ്ങനെ ടാക്സ് പിടിക്കുക, അതുപോലെ ഇൻകം ടാക്സിന്റെ സ്ലാബുകളിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം വരുത്താതിരിക്കുക, ഇൻകം ടാക്സിൽ പ്രത്യേക തരത്തിലുള്ള ഡിഡക്ഷൻസ് ഒന്നും ഇൻക്ലൂഡ് ചെയ്യാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ദോഷകരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ബാധിക്കുക എന്നുള്ളത് ശരിയാണ്. ഈ കാര്യങ്ങളൊക്കെ സമ്മറൈസ് ചെയ്യുന്നൊരു ചാർട്ടാണ് നിങ്ങളിവിടെ കാണുന്നത്. നമ്മൾ ശമ്പളമോ മറ്റെന്തെങ്കിലും വരുമാനമോ നേടുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ അടുത്ത് നിന്ന് ഇൻകം ടാക്സ് പിടിച്ചതിന് ശേഷമാണ് നമുക്ക് എന്തെങ്കിലും കിട്ടുന്നത്. ആ പണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചാലോ, അത് ഇൻവെസ്റ്റ് ചെയ്ത് കുറേ അധിക കാലം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ലാഭം കിട്ടിക്കഴിഞ്ഞാൽ അതിന്മേൽ ഒരു 12.5% ടാക്സും, കുറച്ച് സമയം മാത്രം ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് അതിന്മേൽ ലാഭം കിട്ടിക്കഴിഞ്ഞാൽ 20% ടാക്സ് കൊടുക്കും. നഷ്ടം വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ് കൈയൊഴിയും. നഷ്ടത്തിന് വേറെ വിശേഷമൊന്നുമില്ല. ഇനിയിപ്പോൾ അതല്ല, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല, നമ്മൾ ചെലവ് ചെയ്യാനായിട്ട് നോക്കുന്നതെന്നുണ്ടെങ്കിൽ അത്യാവശ്യ സാധനങ്ങൾക്ക് 12%, മറ്റുള്ള സാധനങ്ങൾക്ക് 18%, ലക്ഷറി ആയിട്ടുള്ള സാധനങ്ങൾക്ക് 28% GST കൊടുക്കും. ഇതുപോലെ ഒരു ടാക്സ് രാജാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ കാര്യമുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതേപോലെ തന്നെ ഈ ഒരു ഗവൺമെന്റിന്റെ ഒരു രീതി എന്ന് തോന്നുന്നത് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി എന്നുള്ള രീതിയിലാണ്. അതായത് കോർപ്പറേറ്റ് ടാക്സിൽ ഇളവ്, അങ്ങനെയുള്ള കുറെ നിർദ്ദേശങ്ങൾ അങ്ങനെയും വന്നിട്ടുണ്ട്.
കോർപ്പറേറ്റുകൾ മാത്രമല്ല കേട്ടോ അതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ചിത്രത്തിൽ കാണുന്ന രണ്ടുപേരും ഇതിൻ്റെ വലിയ ബെനിഫിഷ്യറീസാണ്. ആരാന്ന് മനസ്സിലായില്ലേ? ആന്ധ്രാപ്രദേശിലെ ചന്ദ്രബാബു നായിഡുവും ബീഹാറിലെ നിതീഷ് കുമാറും. ഒരു സർക്കാരിനെ സംരക്ഷിക്കാനുള്ള കാര്യങ്ങൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള അത്തരം സംസ്ഥാനങ്ങൾക്ക് വൻതോതിലുള്ള ഇളവുകളും വൻതോതിലുള്ള അലോക്കേഷനും കൊടുക്കുകയും കേരളം പോലുള്ള സംസ്ഥാനങ്ങളെ യാതൊരു തരത്തിലും പരിഗണിക്കാത്ത ഒരു രീതിയാണ് ഇത്തവണത്തെ കേന്ദ്ര ബഡ്ജറ്റിൽ കണ്ടത് എന്നുള്ളത് വളരെ പ്രതിഷേധാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തിന്റെ ഒരു പുരോഗതിക്ക് ഉതകുന്ന ചില കാര്യങ്ങൾ ബഡ്ജറ്റിലുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പൊ ഞാൻ ഇദ്ദേഹത്തോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാതിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെയാണ് നഷ്ടം. കാരണം എന്താ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാത്ത നമ്മുടെ പൈസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസം കഴിയുന്നവരും പണപ്പെരുപ്പം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് കാര്യമായിട്ടുള്ള നഷ്ടം വരുത്തിക്കൊണ്ടിരിക്കും. എപ്പോഴും ഇങ്ങനെ വന്നിട്ടുള്ള ഈ ഇടക്കാലത്ത് വന്നിട്ടുള്ള ഈ ടാക്സിലെ ചേഞ്ചുകൾ ഒന്നും തന്നെ നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനെ ബാധിക്കരുത് എന്നാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചത്. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ഒരു പ്രത്യേക ഗോളിനനുസരിച്ചാണ്. ഉദാഹരണമായിട്ട് പറയുമെങ്കിൽ എനിക്ക് 10 വർഷത്തിന് ശേഷം റിട്ടയർ ചെയ്യണം എന്നുള്ളൊരു ഗോളിനനുസരിച്ച് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഈ 10 വർഷത്തിനിടയ്ക്ക് ടാക്സിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നു, ടാക്സ് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നുള്ളതൊന്നും നമ്മളെ വലിയ രീതിയിൽ ബാധിക്കാനായിട്ട് പാടില്ല, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനെ ബാധിക്കാനായിട്ട് പാടില്ല എന്നുള്ളതാണ് ഞാൻ എടുക്കുന്ന ഒരു വ്യൂ. ആ സമയത്ത് എന്താണോ നമ്മളുടെ ടാക്സ് റേറ്റും മറ്റുള്ള ചാർജുകളും അത് നമ്മൾ കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. കാരണം എന്താ, നമ്മൾ ഈ രാജ്യത്തെ ഒരു താമസിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഈ രാജ്യത്തെ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് ഇവിടെയുള്ള നിയമങ്ങളും ഇവിടെയുള്ള കാര്യങ്ങളും ഫോളോ ചെയ്യാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. പക്ഷെ നമ്മളുടെ സൈഡിൽ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റും നമ്മളുടെ സേവിങ്സും പ്രോപ്പർലി കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അല്ലാതെ ആരുടെയെങ്കിലും കയ്യിലിരിക്കുന്ന, അതായത് കോർപ്പറേറ്റുകൾ നിയന്ത്രിക്കുന്ന ഒരു ഗവൺമെന്റ് ആണ് എന്നാണ് എന്റെ ഒരു വ്യൂ. അപ്പോ അങ്ങനെയുള്ള ഒരു ഗവൺമെന്റും കോർപ്പറേറ്റുകളും കൂടി ആലോചിച്ചൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഇത്തരം നിയമങ്ങൾ നമുക്ക് ഒരു നിലയ്ക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റില്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾക്ക് നമ്മളുടേതായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യിക്കാൻ പറ്റുന്ന എന്താ, നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് ഗ്രാജുവലി വർദ്ധിപ്പിക്കുക, നമ്മളുടെ ഇൻവെസ്റ്റ്മെന്റ് ഗോളിനനുസരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക, നമ്മളുടെ സ്പെൻഡിങ് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകണം എന്നാണ് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്. ടാക്സ് വർദ്ധിപ്പിക്കുന്നതും അല്ലെങ്കിൽ ടാക്സ് നിയമങ്ങൾ ലഘൂകരിക്കാത്തതും ഒക്കെ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു കാര്യമാണ് എന്ന് കൂടെ ചിന്തിക്കാനും കൂടെ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. അതായത് നമ്മളിപ്പോൾ ഒരു ഈ വീഡിയോ കാണുന്ന മിക്കവാറും ആളുകൾ ഒരു മിഡിൽ ക്ലാസ്സിലുള്ള ആളുകളൊക്കെ ആയിരിക്കാം. നമ്മളിലും താഴെ അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ധാരാളം ആളുകളുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരുന്നതിനായിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടത് ഗവൺമെന്റിന്റെ കടമയാണ്. അതിന് ടാക്സ് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു മാർഗം എന്നുള്ളത് തീർച്ചയായിട്ടും ശരിയാണ്. പക്ഷെ അത് എഫക്റ്റീവ്ലി നടക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക എന്നുള്ളത് ഗവൺമെന്റിന്റെ ബാധ്യതയാണ്. അങ്ങനെ കൃത്യമായിട്ട് പ്രവർത്തിക്കുന്ന ഗവൺമെന്റിനെ തെരഞ്ഞെടുക്കുക എന്നുള്ളത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടുക എന്നുള്ളത് തന്നെയാണ്, അതായത് കൃത്യമായിട്ട് ഒരു തീരുമാനം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സർക്കാരുകളെ തെരഞ്ഞെടുക്കുകയും അതുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ഈ കാര്യത്തിൽ നമുക്ക് ചെയ്യാനായിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഗവൺമെന്റിന്റെ കൺട്രോളിലാണ്. വിദ്യാഭ്യാസം അവസാനിപ്പിച്ച സമയത്ത് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് വെറും 1000 രൂപയുള്ള ഒരു ജോലിയിലാണ്. ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടും എനിക്ക് അത്യാവശ്യം നല്ല ഓപ്പർച്യൂണിറ്റികൾ കിട്ടിയത് കൊണ്ടുമാണ് എനിക്ക് തെറ്റില്ലാത്തൊരു ഫിനാൻഷ്യൽ അവസ്ഥയിൽ ഇപ്പോൾ എത്താനായിട്ട് സാധിച്ചത്. ഹാർഡ് വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ധാരാളം ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു രാജ്യം തന്നെയാണ് ഇന്ത്യ. അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റി കൂടുതൽ ഉണ്ടാക്കുന്നതിന് കൃത്യമായിട്ടുള്ള ടാക്സേഷൻ നടപ്പാക്കേണ്ടതും ഒരു ഗവൺമെന്റിന്റെ കർത്തവ്യം തന്നെയാണ്. അങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിക്കാനും അതുമൂലം തന്നെ കൂടുതൽ അവസരങ്ങൾ ആളുകൾക്ക് ഉണ്ടാവാനും അതുവഴി എല്ലാവരും ഉന്നതിയിലേക്ക് പോകാനും സാധിക്കുള്ളൂ. അത് കൃത്യമായിട്ട് നടപ്പിലാക്കുന്നുണ്ട് എന്നുള്ളത് എൻഷുർ ചെയ്യുക എന്നുള്ളത് മാത്രമേ നമുക്ക് ആ കാര്യത്തിൽ നമുക്ക് ചെയ്യാനുള്ളൂ. നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക, അത് ഗോൾ ബേസ്ഡ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക, ആവശ്യമുള്ള സമയത്ത് മാത്രം ഇത് പിൻവലിക്കുക. നമ്മളിപ്പോ ഈ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് വരുന്ന എപ്പോഴാണ്, നമ്മൾ പൈസ പിൻവലിക്കുമ്പോൾ മാത്രമാണ്. സ്റ്റോക്കിലോ മ്യൂച്വൽ ഫണ്ടിലോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാൾ പൈസ പിൻവലിക്കാതെ അയാളുടെ ഗോൾ വരെ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് അവർക്ക് അപ്ലിക്കബിൾ ആവില്ല. അതുകൊണ്ട് തന്നെ പരമാവധി നമ്മുടെ ഇൻവെസ്റ്റ്മെന്റുകൾ ലോങ് ടേമിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു അവസരമാണ് ഇത്. അങ്ങനെ പോസിറ്റീവായിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റുകൾ പ്രോപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞത്. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങൾ ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യുക. ഈ കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കും കൂടെ ഉപകാരമാവും.